അപ്പോൾ ആ 5 ഡിഗ്രിയാണ് നമുക്ക് കാഴ്ച ഉണ്ടെന്നുള്ള കാര്യം പലർക്കും അറിയില്ല. സാറേ, പിന്നെ കൂടുതലായിട്ട് ഈ രാത്രി കാലങ്ങളിലാണ് അപകടങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. ആ ഒരു സമയങ്ങളിൽ എന്തായിരിക്കും, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? രാത്രി കാര്യങ്ങളിൽ നല്ല വെട്ടമുണ്ടോ എന്നുള്ളത് ഉറപ്പിക്കണം. നമ്മുടെ ഹെഡ്ലൈറ്റിന്റെ സൂം ചെയ്തിരിക്കുന്നത് ഡിമ്മിലും ഹൈ ബീമും സൂം ചെയ്തിരിക്കുന്നത് കൃത്യമാണെന്നുള്ളത് കമ്പനി പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഉള്ളതാണോ ഇല്ലയോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. പറഞ്ഞിരിക്കുന്ന കണ്ടെയ്നറിലുള്ള ലൈറ്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. കൂടിയ ലൈറ്റ് വെച്ചിട്ട് കാര്യം, കൂടുതൽ ലൈറ്റ് വെച്ചപ്പോൾ അവിടുന്ന് വരുന്നവന്റെ കണ്ണിലോട്ടായിരിക്കുന്നത്. അതൊന്നും നമുക്ക് നമ്മൾ ഭയങ്കര ഹൈ ബീം വെച്ച് ബൈക്ക് ഓടിച്ചിട്ട് പോയി ലോറി വരുമ്പോൾ അവന്റെ കണ്ണിലോട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഇങ്ങോട്ട് തന്നെ വരും. അല്ല തന്നെ പല ഡ്രൈവർമാരും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവർ ഈ നമ്മുടെ എതിരെ വരുന്നവർ ചുമ്മാ ഒരു കാര്യമില്ല അത് ബീം അടി ഹൈ ബീം അടിച്ചാണ്, ഒരു കാര്യമില്ല. എന്നിട്ട് നമ്മുടെ നേരെ വരും. നമ്മൾ ചിലപ്പോൾ ഇങ്ങോട്ട് എല്ലാവരും ഓവർടേക്ക് ചെയ്തതായിരിക്കും. അപ്പൊ നമുക്കല്ലേ കാണാൻ മേലാതെ പോകുന്നത്. നമുക്ക് കാണാൻ മേലാതെ അവനെ അടിക്കാൻ പോകണമെന്നുള്ള കാര്യമുള്ള ബോധം പോലും സാധാരണ ഓടിക്കുന്നില്ല. കാരണം പലപ്പോഴും ഇപ്പം നമ്മൾ ഈ ലൈസൻസ് എടുക്കുന്നതിന് മുമ്പ് വാഹനവുമായി നിരത്തിലോട്ട് ഇറങ്ങുന്നവര് കൂടുതലായിട്ട് ഇപ്പോഴും ഉണ്ട്. കാരണം പലരും ഈ നിയമങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ അത് പാലിക്കുന്നില്ല എന്നത് ഇപ്പോഴും നിലനിൽക്കുന്നത്. അവർക്കെതിരെ എന്തായിരിക്കും സാറേ ഒരു നടപടി, അല്ലെങ്കിൽ അവർക്ക് എന്താണ് നമുക്കൊരു നിർദ്ദേശം കൊടുക്കാനായിട്ടുള്ളത് അവർക്ക് മുമ്പിൽ? കൂടുതൽ ഈ നമ്മുടെ കുഞ്ഞിന് നമ്മളിപ്പോ ഒരു വീട്ടിൽ വളർത്തുന്ന ഒരു സിംഹം കൊണ്ട് ഒരു പൂച്ചയുണ്ട്. ഒരു പൂച്ചനെ നമുക്ക് കൊച്ചുമായിട്ട് കളിക്കാൻ കൊടുക്കാം. ഒരു സിംഹത്തുമായിട്ട് കളിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ കൊച്ചുമായിട്ട് പെരുമാറും നമുക്ക് അറിയാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞ പോലെയാണ് ഒരു ബൈക്ക്. നമ്മൾ സാധാരണ ഒരു ബൈക്ക് ഒരു 100 cc താഴെയുള്ള ഒരു ബൈക്ക് ഒരു പയ്യനെ മേടിച്ചു കൊടുക്കാം. അവനെല്ലാം ഓടിച്ചു ഒരു പരിചയം ആയതിനു ശേഷം മാത്രം വേണം അതിന്റെ ഹയർ ലെവലിലേക്ക് നമ്മൾ കൊടുക്കാനായിട്ട്. ഇപ്പൊ നമ്മളൊരു ഏണിയെ തന്നെ ഒരു കൊച്ചിനെ കയറ്റുന്ന അതിന് ചെറിയ 2 സ്റ്റെപ്പ് കയറ്റും. മാവേ കയറാനായിട്ട് കൊച്ചുകുഞ്ഞിനോട് പറയുമായിരിക്കും. പക്ഷെ കുറച്ച് പ്രായമാകുമ്പോൾ മാവേ കയറി ഒന്ന് തുറക്കട അല്ലെങ്കിൽ മാങ്ങ പറിക്കട നമ്മൾ പറയും. അതുകൊണ്ട് പ്രായം അനുസരിച്ച് നമ്മൾ പറയുന്നത്. ഇവിടെ എന്നാ ചോദിച്ചാൽ നേരെ ലേണേഴ്സ് കഴിഞ്ഞ ഉടനെ അവന് നേരെ 250 cc 6 ലക്ഷം രൂപയുള്ള അല്ല 1 കോടി രൂപ വരെയുള്ള ബൈക്ക് അങ്ങ് മേടിച്ചു കൊടുക്കുക. അപ്പൊ അതിന്റെ തേർഡ് ഗിയർ തന്നെ 60 km/h മേളിലാണ്. നമ്മുടെ കേരളത്തിന്റെ ഇപ്പൊ കോട്ടയത്തുള്ള ഒരു ജില്ലയിൽ പോലും 60 മേളിൽ ഓടിക്കാവുന്ന ഒരു റോഡ് പോലും ഇല്ല. അവ പുറത്തിട്ട് കഴിയുമ്പോൾ അത് 100 km ആവും. ഇവനിത് സാധനം മേടിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഇതൊന്നും പരീക്ഷിക്കാണ്ട് അവനൊരു ആകാംക്ഷ കാണത്തില്ലേ? അപ്പൊ കുട്ടികളാണോ ശരിക്കും പറഞ്ഞാൽ തെറ്റ് ചെയ്യുന്നത്? നമ്മുടെ കുട്ടികളൊക്കെ പാവങ്ങളാണ്, നല്ല പിള്ളേർ. പക്ഷെ മാതാപിതാക്കൾ ഇത് വാങ്ങിച്ചു കൊടുത്തിട്ട് ഇവന് ആത്മഹത്യ ചോറിനത്തില്ലെന്ന് പറയും. എനിക്ക് 2 ദിവസത്തേക്ക് പട്ടിണി ഉണ്ടാക്കും, എനിക്ക് അവന്റെ കൂട്ടുകാരൻ മേടിച്ച് എനിക്ക് മേടിച്ചു തരാം. അതാണ് പ്രശ്നം. അതാണ് മാതാപിതാക്കൾ അറിവില്ലായ്മയുണ്ട് അതിനകത്ത്. മാതാപിതാക്കൾ എന്റെ മകൻ ഇത് വേണമെന്നുള്ളത് പറഞ്ഞ് അവനിത് ആ അറിവ് കൊടുക്കുക. മേടിച്ചു കൊടുക്കാതിന് കാര്യമില്ല. അവൻ കോളേജ് ചെല്ലുമ്പോൾ അവന്റെ കൂട്ടുകാരന്റെ വണ്ടി മേടിച്ചു കൊടുക്കും. അതുകൊണ്ട് അവനെ എത്രയും പെട്ടെന്ന് തന്നെ 18 വയസ്സാകുന്ന സമയത്ത് ഇതിന് അവബോധം ഉണ്ടാക്കുക. ഈ റോഡ് റെഗുലേഷൻസ് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്ലാസ്സുകൾ വരുന്നിടത്ത് ഈ കുട്ടികളെ വിട്ട് പഠിപ്പിക്കുക. അല്ലെങ്കിൽ അങ്ങനെയുള്ള ലേണേഴ്സ് പഠിപ്പിച്ച് എടുക്കുന്ന ഡ്രൈവിംഗ് സ്കൂളിൽ വിട്ടുള്ളവരെ ലൈസൻസ് എടുപ്പിക്കാവുള്ളൂ. അല്ലാതെ ചുമ്മാ ഇങ്ങനെ ബാലൻസ് കിട്ടുന്നത്. ഇപ്പോൾ പിള്ളേർക്ക് എല്ലാവർക്കും 2 വീലർ ഓടിക്കാൻ ബാലൻസ് ഉണ്ട്. കാരണം സൈക്കിൾ ഓട്ടാത്ത ഒരു പിള്ളേരും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ പോലെ ഒന്നുമില്ല. പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ സൈക്കിൾ ഇല്ലാഞ്ഞുകൊണ്ട് 2 വീലർ പഠിക്കാൻ തന്നെ പാടായിരുന്നു. ആദ്യം തന്നെ വയസ്സാങ്കാലത്ത് പോയി പഠിക്കുമ്പോൾ നമ്മൾ ബാലൻസ് കിട്ടത്തില്ല. ഇപ്പൊ അങ്ങനെയല്ല. പിള്ളേർക്ക് നമ്മൾ 3 വീലുള്ള ആദ്യം തന്നെ 1 വയസ്സാകുമ്പോൾ തന്നെ മേടിച്ചെടുക്കൂല്ലേ സൈക്കിൾ. അപ്പൊ അവർക്ക് ആ സൈക്കിൾ ചവിട്ടി ഞാൻ ഈ പറഞ്ഞ സെൻട്രോ ഗ്രാവിറ്റിനെ ഓവർകം ചെയ്ത് വണ്ടി നേരെ നിർത്താനുള്ള കഴിവുള്ളതുകൊണ്ട് അവരതെല്ലാം അവിടെ റോഡിലങ്ങ് പ്രയോഗിക്കും. റോഡിൽ പ്രയോഗിച്ചു കഴിയുമ്പോൾ സംഭവിക്കും, സ്വാഭാവികമായിട്ടും അവന്റെ അജ്ഞത കൊണ്ട്. എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത്. പോവർട്ടി എന്ന് പറയും. പോവർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ പ്രായം അറ്റൈൻ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സ് അതിന് പക്വത എന്ന് അതിന് പറയും, പാകമാണ്. ആ പക്വത അവർ കിട്ടുന്നില്ല. 18 വയസ്സായപ്പോൾ പക്വത ആകുമെന്നാണ് നമ്മുടെയൊക്കെ ധാരണയെങ്കിലും ആ 18 വയസ്സിന് ഇവരൊരു വണ്ടി ഓടിക്കാനുള്ള പക്വത ആകുന്നില്ല.